വിപണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, വിപണിയിൽ മാത്രമല്ല ആഗോള തലത്തിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളിൽ നിന്ന് വിപണി പഠിച്ചു കുറെ കാര്യങ്ങൾ. അതായത് അതായത് പെട്ടെന്ന് ഒരു സഡനായിട്ട് ഇപ്പൊ ട്രംപ് പറഞ്ഞാൽ പോലും, ഇറാനെ എതിർത്താൽ പോലും പെട്ടെന്നൊരു മഹായുദ്ധം ഉണ്ടാവുകയില്ല. അതിന് ഘട്ടം ഘട്ടമായിട്ട് പരസ്പരം സംസാരിച്ചും പോർ വിളിച്ചും ഒക്കെ മുമ്പോട്ട് പോയതിനു ശേഷം മാത്രമേ ഒരു യുദ്ധത്തിലേക്ക് കടക്കൂ എന്ന് അവർക്ക് വിപണിക്ക്, അതായത് ആഗോള തലത്തിലുള്ള വിപണിക്ക് ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്കറിയാം ഓഹരി വിപണി നെഗറ്റീവ്, അതായത് സെൻസെക്സും നിഫ്റ്റിയും നെഗറ്റീവായിരുന്നു. എന്തുകൊണ്ടാണ് നെഗറ്റീവായത്? കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് കോർപ്പറേറ്റ്സും ഒക്കെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് അവരുടെ ഓഹരികൾ വിറ്റ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ അതിന് ഒരു കുറച്ച് ശമനം വന്നിട്ടുണ്ട്. പക്ഷെ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതിനു മുൻപേ തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, ഓഹരി വിപണിയും കാര്യങ്ങൾ പഠിക്കുകയാണ്, അതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വർണത്തിന്റെ വില നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ താഴേക്കായിരുന്നു. ഇപ്പൊ അതിലൊരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വിചാരിച്ച് കഴിഞ്ഞ ആഴ്ച മുകളിലേക്ക് പോയി 2-3 ദിവസം, അത് കഴിഞ്ഞ് പതുക്കെ താഴേക്ക് വരുന്ന ഒരവസ്ഥ. അപ്പൊ ഇതും സ്ഥിരമായ ഒരു സ്വഭാവമല്ല. പക്ഷേ ഇപ്പോ ട്രംപ് പറഞ്ഞതുപോലെ ഇറാൻ മിക്കവാറും ആക്ട് ചെയ്തേക്കാം. കാരണം ഇറാൻ അറിയാം, അല്ലെങ്കിൽ ട്രംപ് കടുത്ത നിലപാടിലേക്ക് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലും മൂവ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാകും എന്ന വിശ്വാസമുണ്ട്. അത് കാരണം കൊണ്ട് ആ ഉടമ്പടി അനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തേക്കാം. അതുകൊണ്ടാണ് തുറന്നു കൊടുത്തേക്കാം എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ട് ഈ ഓയിൽ വിപണിയില്, അതായത് ഇന്ധന വിപണിയില്. അതുകൊണ്ടാണ് ഇന്ധനത്തിന്റെ വില വലിയ തോതിൽ ഉയർന്നതിന് ശേഷമാണ് അത് കുറച്ച് താഴേക്ക് വരാൻ തുടങ്ങിയത്. അപ്പൊ ഇന്ധന വിലയിൽ താഴേക്ക് വരുന്നു എന്ന് വച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹോർമൂസ് ഏത് വിധേനയാണെങ്കിലും ഇറാൻ തുറന്നു കൊടുക്കും. അങ്ങനെ തുറന്നു കൊടുക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ധനവില താഴേക്ക് കുറച്ച് വന്നത്. ഇതൊക്കെ തന്നെ നൽകുന്ന ഒരു സൂചന ഇറാനും US-ഉം തമ്മിൽ ഒട്ടും താമസിയാതെ ഒരു കരാറിൽ എത്തിയേക്കാം എന്നാണ്. അങ്ങനെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതുക്കെ യുദ്ധം 1-2 ദിവസം കൊണ്ട് യുദ്ധം തീരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ നടത്തി പിന്നെയും മിസൈൽ അയച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എങ്കിലും അതൊരു സമാധാനത്തിലേക്ക് പതുക്കെ ചെന്ന് നീങ്ങും എന്നൊരു ധാരണ ലോകത്തിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ ഈ ചാഞ്ചാട്ടത്തിലൊക്കെ ഇത്തിരി കുറവ് വന്ന്. അപ്പൊ നമ്മൾ ഈ യുദ്ധത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നാല്, ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രൂഡ് ഓയിലിന്റെ വില ഉയരുന്നത് കണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ആഴ്ചയിൽ ഇടപെട്ട് ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് തീരുവ കുറച്ചു. അതായത് വലിയ എടുത്തുചാട്ടം പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ ഉണ്ടാകാതിരിക്കാനാണ് എക്സൈസ് തീരുവ കുറച്ചത്. അങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ വിപണിയെ ചേർത്ത് പിടിക്കുന്ന, വിപണിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകാതെ, അതായത് ഗവൺമെന്റിന് അറിയാം ഇന്ധനത്തിന്റെ വിലയിൽ വർധനവുണ്ടായാല് വലിയ തോതില് വിലക്കയറ്റത്തിലേക്ക് അത് നയിക്കും. ഇന്ത്യയിൽ മുഴുവനും അതിന്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. എങ്കിൽ പോലും വിലക്കയറ്റത്തിലേക്ക് നയിക്കും എന്ന കാരണം കൊണ്ട് തന്നെയാണ് എക്സൈസ് തീരുവ ഡീസലിന്റെയും പെട്രോളിന്റെയും കുറച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ആഴ്ച എന്നല്ല ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള സംഭവത്തില് ഏറ്റവും പ്രധാന കാരണം നമ്മുടെ രൂപയുടെ മൂല്യം പെട്ടെന്ന് കുറയുന്ന ഒരവസ്ഥ. അതായത് 2025-26 ധനവർഷ ആരംഭത്തിൽ, അതായത് കഴിഞ്ഞ മാർച്ചില് ആരംഭത്തില് 83 രൂപ ഈസ് ഈക്വൽ ടു $1. ആ തരത്തിലായിരുന്നു വിനിമയ നിരക്ക്. ഈ 83 രൂപയ്ക്ക് $1 കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഏപ്രിൽ 1 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അത് 95 രൂപയ്ക്ക് $1 എന്ന രീതിയിൽ താണു.
അതുപോലെ തന്നെ ഈ രൂപയുടെ വിനിമയ നിരക്കൊക്കെ കണക്കാക്കുന്ന വിദഗ്ധർ പറഞ്ഞത് ഒരു പക്ഷേ അത് ഈ വർഷം 2026-27 വർഷം 26-27 വർഷത്തിന്റെ ആരംഭമാണല്ലോ April 1. ഈ വർഷത്തില് അതൊരു പക്ഷേ 105 രൂപ =$1 എന്ന തരത്തിൽ വരെ പോകണം എന്ന് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ധനകാര്യ സ്ഥാപനങ്ങളും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ലാഭം കൊയ്യാമെന്ന്. എന്താണ് അങ്ങനെ ലാഭം കൊയ്യാമെന്ന് പറയുന്നത്? ഈ ഗൾഫ് കൺട്രീസിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങോട്ട് അയക്കുന്ന ഡോളർ, ഒരു ഡോളർ അയച്ചാല് പിന്നെ അതിന് 105 രൂപ കിട്ടുന്നു എന്ന് വന്നാല് ആ അയക്കുന്നവർക്ക് വലിയ ലാഭമാണ്. അപ്പൊ കൂടുതൽ വരും. ഈ ബാങ്കുകൾക്ക് അതിന്റെ ഒരു ഷെയർ ഉണ്ട് ആ ലാഭത്തിന്റെ. അപ്പൊ അതൊരു ലാഭ കച്ചവടമായിട്ട് ബാങ്കുകൾക്ക് മാറും. അപ്പൊ ബാങ്കുകൾ പോലും, അതായത് ഒരു തരത്തിലുള്ള ഊഹക്കച്ചവടം, ബാങ്കിങ് മേഖലയിൽ ഊഹക്കച്ചവടം സാധാരണമല്ല, വലിയ തെറ്റുമാണ്. അവർക്ക് ലാഭം കിട്ടും, പക്ഷെ അത് നമ്മുടെ സമ്പദ്ഘടനയെയാണ് ബാധിക്കുക. എന്നിട്ട് പോലും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ ഊഹക്കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കിയത് കൊണ്ടാണ് 25-26 83 രൂപ =$1 എന്ന സ്ഥിതിയിൽ നിന്ന് 26 തുടങ്ങുന്നപ്പോഴേക്ക്, അതായത് ഈ April 1 ആകുമ്പോഴേക്ക് 97 രൂപ 96 രൂപ =$1 എന്ന തരത്തിലേക്ക് രൂപയുടെ മൂല്യം മൂക്കുകുത്തിയത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് റിസർവ് ബാങ്ക് എന്ത് ചെയ്തു? രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താനായിട്ട് വലിയ തോതിൽ റിസർവ് ബാങ്കിന്റെ ശേഖരത്തിൽ നിന്ന് ഡോളർ വിറ്റഴിച്ചു. അങ്ങനെ ഡോളർ വിറ്റഴിക്കുക മാത്രമല്ല, ബാങ്കുകളുടെ പേരിൽ ഒരു കണ്ണും വെച്ചു. റിസർവ് ബാങ്കിന്റെ കീഴിലുള്ളതാണ് കമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ ഒരു നോട്ടവും കൂടി വെച്ചു. അങ്ങനെ വെച്ചത് കൊണ്ടാണ് രൂപയുടെ മൂല്യം പെട്ടെന്ന് 100-ന് മുകളിൽ പോകാതെ 95-ൽ നിന്ന് താഴേക്ക് പതുക്കെ വന്ന് ഇപ്പൊ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിൽ എങ്ങനെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാത്രമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകമായിട്ട് ഈ യുദ്ധത്തിന്റെ കെടുതികൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കുറച്ചു കൊണ്ടുവരുവാൻ, അതിന്റെ ഇമ്പാക്ട് കുറച്ചു കൊണ്ടുവരുവാനുള്ള നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വില സാധാരണ രീതിയിൽ പിന്നെ യുദ്ധം കുറഞ്ഞ അതായത് ഒരു സമാധാന അന്തരീക്ഷം വരും എന്ന ഒരു സ്ഥിതി ഇപ്പൊ ബുധനാഴ്ച വരെ കൊടുത്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ട്രംപ് കൊടുത്തിരിക്കുന്ന ടൈം, ആ സമയത്തിനകം ഇറാൻ ഒരു സമാധാന കരാറുമായിട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വന്നില്ലെങ്കിൽ, അങ്ങനെ വരുന്ന പക്ഷം തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില താഴേക്ക് പതുക്കെ, അങ്ങനെ താഴേക്ക് വരുമ്പോൾ പോലും ചിലപ്പോൾ പെട്ടെന്നൊരു കയറ്റം, പെട്ടെന്നൊരു ചെറിയ ഇറക്കം, ഈ തരത്തിലുള്ള സിക്സാഗ്, അതായത് കയറിയും ഇറങ്ങിയും സ്വർണത്തിന് അതേ പറ്റൂ. എങ്കിൽ പോലും അത് സ്വർണത്തിന്റെ കുറ്റമല്ല, അത് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രങ്ങളുടെയും ജനങ്ങളുടെയും കുറ്റമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ എന്തായാലും ഈ 2026-27 വർഷത്തിൽ സ്വർണത്തിന്റെ വില 1,00,000-ന്റെ താഴെ തന്നെ വരും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ആ സമാധാനത്തോടെ പിന്നെ നമ്മുടെ ആൾക്കാര്, നമ്മുടെ എന്താ പറയുക, ഈ ശ്രോതാക്കളും കാഴ്ചക്കാരും ഇരിക്കണം, നമ്മുടെ കൺസ്യൂമേഴ്സും ഒക്കെ ഇരിക്കണം എന്നാണ് എന്റെ റിക്വസ്റ്റ്. സ്വർണത്തിന്റെ പേരിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഒരു നല്ല നിക്ഷേപമാണ് സ്വർണം. അതായത് മൂല്യം താഴേക്ക് പോയാലും വലിയ തോതിൽ പോകില്ല. മറ്റെന്തിന്റെ മൂല്യത്തെക്കാളും മൂല്യം പിടിച്ചു നിർത്തുന്ന ഒന്നാണ് സ്വർണം. അപ്പൊ അത് കാരണം കൊണ്ട് സ്വർണം നല്ലത് തന്നെ അതിൽ നിക്ഷേപിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.